കുറച്ചു നാളുകളായി ഈ നൂറെ ഹബീബ്, അതായത് ആറ്റക്കോയ ഹാമിദ് തങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നുമില്ലായിരുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റും ഏറ്റവും കൂടുതലും വിമർശനങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യനാണ് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ഒരു വ്യക്തി. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആത്മീയ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മനുഷ്യനെതിരെ പലപ്പോഴും പല ആളുകളും പറഞ്ഞു വെച്ച പല ആരോപണങ്ങളും. കൊടിമരമൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഒരു കൊടിമരത്തിന് ചുറ്റും പണമൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനെതിരെ ഒരുപാട് ആളുകൾ, അതിൽ പണ്ഡിതന്മാർ വരെ രംഗത്ത് വന്നുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. നോക്കൂ, കേരളത്തിൽ എത്രയെത്ര തങ്ങൾമാരുണ്ട്. പാണക്കാട് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജമലുല്ലേലി തങ്ങൾ, അങ്ങനെ നിരവധി തങ്ങൾമാർ. ആ തങ്ങൾമാരൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും ഇടം പിടിക്കാറുണ്ട്. എന്തിനാണെന്നറിയില്ലേ? തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ, ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിൽ, വ്യക്തമായ നിലപാടുകൾ തുറന്നു പറയുന്നതിൻ്റെ പേരിലൊക്കെയാണ് ആ തങ്ങൾമാർ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഇടം പിടിക്കുന്നത് എങ്കിൽ ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ഒരു വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മീയമായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അതോടൊപ്പം എപ്പോൾ എവിടെ എന്തു പറയണമെന്ന് പോലും അറിയാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. നമുക്കറിയാം, തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ പോലും ഖുർആൻ പോലും നേരെ ചൊവ്വേ പാരായണം ചെയ്യാനറിയാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ച കാര്യം കൂടിയാണ്. ഏതായാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെ പണ്ഡിതന്മാർ പോലും രംഗത്ത് വന്നുകൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ചയും കാണാം. എന്താണ് സംഭവമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ, കേട്ടോ? ചീരിന് കൊടുക്കും, സലാത്തുൽ ഫാത്തിഹ എന്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് കൊള്ളാവും. വെറുതെ വന്നതില്ലാതെ ചീരിന് എന്ന് പറയുന്നത് സലാത്തുൽ ഫാത്തിഹ തട്ടിപ്പറിച്ച അപ്പൊ സലാത്തുൽ ഇപ്പൊ നോക്കാൻ നിങ്ങൾ ഒരു മനസ്സിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ 10,000-കണക്കിന് ആൾ ഒരുമിച്ച് ഒരാളെ ഡബ്ബർ ഫുള്ളാ. കല്യാണൊക്കെ എന്താവുന്നു എനിക്കൊന്നും മദ്യം തോന്നുന്നില്ല. ജലീൽ ഫൈസി പറഞ്ഞ പോലെ രാവിലെ 7 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ജനസാഗരായിരിക്കും. 9 മണിക്ക് നിക്കാഹ് തുടങ്ങും, കേട്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് തേന് തുടങ്ങില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കാൻ പോവാണ്. ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലേ. അള്ളാഹു വന്നത് അള്ളാഹു വെറുതെയാക്കാതിരിക്കട്ടെ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കട്ടെ. ആമീൻ. അപ്പൊ എല്ലാവരും നീച്ചിക്കും, എല്ലാവരും ഇൻഷാ അല്ലാഹ്. കണ്ടില്ല, ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ. നോക്കൂ, ഇദ്ദേഹത്തെ, ഈ ഒരു മനുഷ്യനെ ഇപ്പോഴും പിൻപറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്ന ആളുകളെ അവരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. സ്വയം നരകത്തെ വിളിച്ചു വരുത്തുന്നവർ, സ്വയം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ. അവരെ എത്ര തന്നെ നമ്മൾ ഉപദേശിച്ചു കൊടുത്താലും, എത്ര തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും അത് അവരുടെ തലയിൽ കയറില്ല. നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകളും മറ്റുമൊക്കെ തങ്ങൾ പറയുന്നു എന്ന പേര് നടത്തുന്ന സ്വലാത്തുൽ ഫാത്തിഹ എന്ന പേരിലൊക്കെയുള്ള ഒരു പരിപാടികളാണ് ഇവർ സംഘടിപ്പിക്കാറുള്ളത്. ആ പരിപാടിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, അവിടെ കുറച്ച് ഹിന്ദു സഹോദരങ്ങളൊക്കെയുണ്ട്, അവിടെയും ഒരു തേനിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തേനും മറ്റുമൊക്കെ ഓതിക്കൊടുത്ത് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നതും ഒരു ആത്മീയ തട്ടിപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളോടൊപ്പമുള്ള ഹിന്ദു സഹോദരങ്ങളോട് ആ തേൻ കുടിക്കുന്ന സമയത്ത് മനസ്സിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുടിക്കണമെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ ആ വേദിയിൽ കൂടിയിരിക്കുന്ന ഒരുപാട് തലപ്പാവതരികളായ സനത് വാങ്ങിച്ചിട്ടുള്ള, ഒരുപാട് ഇസ്ലാമിനെക്കുറിച്ച് അറിവും അതിനെക്കുറിച്ച് പാണ്ഡിത്യവുമുള്ള ഒരുപാട് ഉസ്താദുമാരും ആ വേദിയിലിരിപ്പുണ്ട്. പക്ഷെ അവരാരും അതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടുന്നില്ല. അവരാരും ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നില്ല. ഒരുപക്ഷെ കിട്ടേണ്ട രീതിയിൽ കൈമടക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം അവരാരും അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്. നോക്കൂ, സർവ്വമത പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരിക്കലും അനുയോജ്യമായ ഒരു കാര്യമല്ല. കാരണം തൗഹീദാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. എന്താണ് തൗഹീദ്? ആരാധനയ്ക്കറിയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഒരു മനുഷ്യൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഏക ഇലാഹായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിൽ
ഒരിക്കലും ഇത്തരത്തിലുള്ള സർവ്വമത പ്രാർത്ഥന യോജിച്ചു വരികയില്ല. നമുക്ക് അവിടെ കൂടിയിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച തേൻ കുടിക്കണമെന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ മനുഷ്യൻ എന്തു സന്ദേശമാണ് നൽകുന്നത്? ഗുരുവായൂരപ്പനും ദൈവമാണ്, അവരെയും നിങ്ങൾക്ക് ആരാധിക്കാമെന്നുള്ള സന്ദേശമാണോ? നോക്കൂ, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കുറച്ചെങ്കിലും ബോധവും വിവരവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമായിരുന്നില്ല. നോക്കൂ, എല്ലാ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നമ്മളെല്ലാവരും ആദരിക്കപ്പെടേണ്ടതുണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഒരിക്കലും അതിൻ്റെ പേരിൽ നാം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. അവർ അവരുടെ ദൈവത്തെ ആരാധിച്ചുകൊള്ളട്ടെ, അവർ അവരുടെ ദൈവത്തെ ബഹുമാനിച്ചുകൊള്ളട്ടെ, സ്നേഹിച്ചുകൊള്ളട്ടെ. അതല്ലേ ഇവിടെ പ്രശ്നം. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പരിപാടിയിൽ അവിടെ പറയുകയാണ്, നിങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ തേൻ കുടിച്ചുകൊള്ളൂ എന്ന്. നോക്കിയൊരു മനുഷ്യന്റെ ഈ ഒരു പ്രസ്താവന അവിടെ കൂടിയിരിക്കുന്ന മുസ്ലിം മത വിശ്വാസികളിൽ ഉണ്ടാക്കുന്ന ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നോക്കി, ഹാമിദ് ആറ്റക്കോയ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങൾ, നിരവധി ആത്മീയ തട്ടിപ്പുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യനെ ഒരു സമൂഹം ഇപ്പോഴും പിൻപറ്റുകയാണ്. അറിവില്ലാത്ത മനുഷ്യർ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ച സനദ്ധാരികളായ, ബിരുദധാരികളായ, തലപ്പാവധരിച്ച ഉസ്താദുമാരും പണ്ഡിതന്മാരും ഈ മനുഷ്യന്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി പിന്നീട് തനിക്ക് പറ്റിയത് ഒരു അബദ്ധമാണെന്നും കൈയബദ്ധമാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അറിയാതെ നാവിൽ നിന്നും വന്നുപോയ പിഴവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് മാപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ 26/10/2025 ഞായറാഴ്ച ഇന്നലെ നൂറെ ഹബീബിന്റെ ഒരു മജ്‌ലിസ് നടന്നു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത മജ്‌ലിസാണ്. ആ മജ്‌ലിസിന്റെ ഇടയിൽ ഒരു ചെറിയൊരു വാക്കുപിഴവുണ്ടായി. അത് പണ്ഡിതന്മാരൊക്കെ തിരുത്തി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ സദസ്സിൽ വെച്ച് എനിക്ക് തിരുത്താൻ പറ്റില്ല. അത് നമ്മുടെ സമുദായത്തിന് അത് ഒരു കേട് വരും. കാരണം ഒരുപാട് ഇന്നലെ ഞാൻ മജ്‌ലിസ് നടക്കുമ്പോൾ സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസ്, അപ്പൊ 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ആ സ്വലാത്തുൽ ഫാത്തിഹയിൽ എന്ത് ചെയ്യും, എല്ലാവരും വന്നിരിക്കും. അപ്പൊ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളും സഹോദരന്മാരൊക്കെ മജ്‌ലിസിൽ വരാറുണ്ട്. ഇന്നലെ എന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ആളുകൾ ഇതിൽ ഓതുമ്പോ അവരിനിപ്പോ എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളെ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് അതിൽ ഊതണമെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാന്നുള്ളത് എനിക്ക് ഉസ്താദന്മാർ അവിടെ ഇരിക്കുന്ന പണ്ട് അപ്പൊ തന്നെ ചെറുക്കിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് തിരുത്തുമ്പോൾ നമ്മുടെ സമുദായത്തിൽ കേടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്താറുന്നത് അതിൽ എനിക്ക് ഇച്ചിരി വാക്കുപഴം തന്നെയാണത്. ഇന്നിപ്പോ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിച്ചറപ്പ് നാക്കിന് പഴവ് തന്നതല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നെ തെറ്റാണ് പിന്നെ അത് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ എന്തുണ്ട് പിന്നെ തിരുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞങ്ങളെ കുട്ടിയല്ലേ ഞാൻ പൊരുത്തപ്പെടി. പക്ഷെ നമുക്ക് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് വിവാദം കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേണ്ട, നിങ്ങളെ കുട്ടിയല്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ല നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരുത്തുമല്ലോ. നമുക്കതല്ലേ വേണ്ട, നമുക്ക് അറിവൊന്നുമില്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നോക്കിതിന് കാരണമായി കൊണ്ട് പറയുന്നത് തനിക്ക് പറ്റിയ ഒരു വാക്കുപിഴവാണെന്നാണ്. അതൊരിക്കലും ഒരു വാക്കുപിഴവല്ല, ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇനിയെങ്കിലും സംസാരിക്കാതിരിക്കുക. നന്മയിലേക്ക്, സന്മാർഗത്തിന്റെ പാതയിലേക്ക് വരുന്ന ജനങ്ങളെ അവരെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് അവരെ നരകത്തിലേക്ക് തള്ളിവിടാതിരിക്കുക.